ചപ്പാത്തിയോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി നോർത്ത് ഇന്ത്യൻ ചിക്കൻ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ, ഓണിയൻ, ഒരു 1.25 കിലോ അടുത്തോളം ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 2 സെക്ഷനായിട്ട് ഇത് കുക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ചിക്കൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് ഓൾ സ്പൈസസും ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കുറച്ച് സവോളയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ആവശ്യമുള്ള സാൾട്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് അത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒത്തിരി ഓവറായിട്ട് വേവിക്കണ്ട. നമുക്ക് ഇനി ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഗ്രേവി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലേക്കാൾ നല്ല സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഏകദേശം ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് സവോള എടുത്ത് അത് നമുക്ക് മിക്സിക്കകത്ത് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 100 ഗ്രാം കാഷ്യൂനട്ടും അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ നമുക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം അതും നമുക്ക് അരച്ചെടുക്കാം. പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്ത് വെച്ച ടൊമാറ്റോ ഗ്രേവിയുണ്ട്, കാഷ്യൂനട്ട് ഗ്രേവിയുണ്ട്, ഓണിയൻ ഗ്രേവിയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റുണ്ട്, കൊറിയാണ്ടർ പൗഡറുണ്ട്, ചിക്കൻ മസാലയുണ്ട്, ഗരം മസാലയുണ്ട്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്. ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ച മണം പോയതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ച ഒണിയൻ ഗ്രേവി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലോട്ട് നമ്മുടെ കാഷ്യൂനട്ട് ഗ്രേവി ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ച് ടൊമാറ്റോ ഗ്രേവി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കൊറിയാണ്ടർ പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് ചിക്കൻ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഗ്രേവി നല്ല തിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. നമുക്ക് കൊറിയാണ്ടർ ലീവ് കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. കൊറിയാണ്ടർ ലീവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കൊറിയാണ്ടർ ലീവ് ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ചപ്പാത്തിയോടെ കഴിക്കാൻ ബെസ്റ്റ് കറിയാണ്. അധികം സ്പൈസി